ഇന്ത്യയിലെ എല്ലായിടത്തും ദളിത് വിദ്യാർത്ഥികൾക്ക് പീഡനം അനുഭവപ്പെടുന്നുണ്ട്. അതിൽ കേരളത്തിലും വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ഡോക്ടർ എം കുഞ്ഞാമൻ്റെ എതിരെന്നുള്ള പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നെ പാണനെന്ന് വിളിക്കരുത് എന്നുള്ളത്. അങ്ങനെ പാണെന്ന് വിളിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കേരളത്തിൽ ഈ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനിപ്പോൾ ആരൊക്കെ എന്ത് ന്യായീകരണം പറഞ്ഞാലും ദളിത് വിദ്യാർത്ഥികളോട് അധ്യാപകരുടെയും സ്ഥിതിയിൽ മാറ്റമില്ല. ഗുരു ശിഷ്യനോട് വർണ്ണവും വിത്വവും തപ്പരുതെന്നാണ്. പക്ഷേ ഇവിടെ എം കെ റാമിനെ പോലുള്ള അധ്യാപകർ വിദ്യാർത്ഥികളുടെ ജാതിയും അവരുടെ സമ്പത്തും ഒക്കെ അളന്നുകൊണ്ട് ഇന്നും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഇതിനെ ഇവിടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയൊക്കെ അവരോട് ഇന്നും പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ വേണം. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു അധ്യാപകൻ വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംസാരം നമുക്കിവിടെ ഉണ്ടായി. നമുക്ക് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ പോലും പല കാലഘട്ടങ്ങളിലായിട്ട് ഒപ്രസീവായിട്ടുള്ള അധ്യാപകരെ കാണിച്ചിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പവർ കയ്യിലിരിക്കുന്നത് എപ്പോഴും ഈ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാകുമ്പോഴത്തേക്കിനും ഒരു ജനാധിപത്യ രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പവർ ഇല്ലാതായി മാറുകയാണ്. സ്വാശ്രയ ക്യാമ്പസുകളിൽ ഇവർക്ക് ഓർഗനൈസേഷണൽ പവർ കിട്ടാതിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു ഓർഗനൈസ് എന്ന് പറയുന്നത്, അങ്ങനെ സ്വാശ്രയ ക്യാമ്പസുകളിൽ സംഘടിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് ഈ ഒറ്റയ്ക്ക് മാനേജ്മെൻറ്റുകളും ടീച്ചറുകളും ഇവരുടെ ജീവിതത്തിന് മുകളിലുള്ള ഇവരുടെ പഠനത്തിന് മുകളിലുള്ള പവർ കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ അവിടെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നമ്മളെ ക്യാമ്പസുകൾ മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ വോയിസ് വരുമ്പോൾ മാത്രമാണ് അങ്ങോട്ടൊരു കൗണ്ടർ പവർ നമുക്ക് സ്റ്റുഡൻസിന് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവിടെയാണ്. ഇവിടെ പവർലെസ് ആയി മാറുന്ന സ്റ്റുഡൻസിന് വോയിസ് പവർ ഉണ്ട്, അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ കിട്ടും എന്നുള്ളൊരു ബോധ്യം വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കണം. എന്തുകൊണ്ട് ഗവൺമെന്റ് ക്യാമ്പസുകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. കാരണം അവിടെ സംഘടനകൾ പല രീതിയിലുള്ള സംഘടനകളുണ്ട്. ഒരാളെ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞാൽ ചോദിക്കാൻ 10 അല്ല 100 അല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തും എന്നുള്ള ബോധ്യം ഇവിടെ ആളുകൾക്കുണ്ട്. അങ്ങനെ ഞാൻ സ്വാശ്രയ ക്യാമ്പസിലെ അധ്യാപകനാണ്, ഞാൻ ഇവൻ ഇന്റേണൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഇവനൊന്നും എന്നെ ചോദിക്കാൻ വരില്ല എന്നുള്ള ധാർഷ്ട്യത്തിന് പുറത്താണ് അധ്യാപകന്മാർ ഈ സൈസ് പരിപാടി കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം ജാതീയതയായിക്കോട്ടെ ഇതെല്ലാം തുടച്ചു മാറ്റാൻ സമയമെടുക്കും. ഇത് സമയമെടുക്കുമ്പോഴും ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വർഗമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുവാനുള്ള പ്രതിഷേധിക്കുവാനുള്ള പവറും എബിലിറ്റിയും എല്ലാ വിദ്യാർത്ഥിക്കും ചെല്ലുവാണെങ്കിൽ 100% മാറ്റിയില്ലെങ്കിലും ഒരു വലിയ തോത് വരെ നമുക്ക് മാറ്റാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.